നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് മാസം 30 മുതൽ ഏപ്രിൽ 5 വരെയുള്ള ഒരു വാരകാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 1201 മീനമാസം 16 മുതൽ മീനമാസം 22 വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നാം വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ ഗ്രഹസ്ഥിതി ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ശുക്രനാണ്, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ മകൻ നക്ഷത്രത്തിലാണ് നാം വാരഫലം ഇവിടെ പ്രവചിക്കുന്നത്. അതിനാൽ ചിങ്ങത്തിൽ ചന്ദ്രനും കേതുവും, കുംഭത്തിൽ ചൊവ്വയും ബുധനും രാഹുവും, മീനത്തിൽ ആദിത്യനും ശനിയും. ഒരുപാട് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മീനൻ രാശിക്കാർക്ക് രാശിയിൽ സൂര്യൻ, ശനി, 2-ാം ഭാവത്തിൽ ശുക്രൻ, 4-ൽ വ്യാഴം, 6-ാം ഭാവത്തിൽ ചന്ദ്രൻ, കേതു, 12-ാം ഭാവത്തിൽ ചൊവ്വ, ബുധൻ, രാഹു. ഇവിടെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ തനിക്കാകുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യണം. കാരണം ഭാഗ്യാധിപനായ ഗ്രഹം 12-ലാണ്. ഇവിടെ അച്ഛൻ്റെ ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കണം. അനാവശ്യമായ സംഘർഷങ്ങൾ കുടുംബാന്തരീക്ഷത്തിലുണ്ടാകും. ദാമ്പത്യത്തിൽ വളരെ ക്ലേശങ്ങൾ ശ്രദ്ധിക്കും. മനസ്സന്തഭേ ധാരദായാതവർഗാൽ ലഗ്നത്തിൽ സൂര്യനാണ്. തനുസ്തോരവിസ് തുങ്കയഷ്ടിം വിധത്തെ താൻ വടിപിടിക്കേണ്ടി വരും. തൻ്റെ ഭാര്യ ബന്ധുക്കളെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. വാതപിത്തങ്ങളെ കൊണ്ട് ശരീരം ബുദ്ധിമുട്ടും. അദ്ദേഹം പര്യടനം ചെയ്യും, സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഹ്രാസവൃദ്ധി പ്രയാതി, അവിടെ താഴ്ചയും അഭിവൃദ്ധിയും ഉണ്ടാകും. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ വാരമല്ല ഇത്. 2 ശുക്രൻ വരുമ്പോൾ പലർക്കും, പാട്ടുകാർക്ക്, പ്രവാചകർക്ക്, പ്രചാരകർ, മതവുമായി ബന്ധപ്പെടുന്ന ആളുകൾ, റിലീജിയസ് ആക്ടിവിറ്റി, മോട്ടിവേറ്റേഴ്സിന് വളരെ നല്ല സമയമാണ്. മോട്ടിവേഷൻ ചെയ്യുന്നവർക്ക് കാശ് ലഭിക്കും. കൺസൾട്ടൻസി. ഇവിടെ ശാരീരികമായി പനി, നെഞ്ചത്ത് വന്ന് ഭയങ്കരം ചുമ വരും, ബുദ്ധിമുട്ടുകൾ വരും. അതിനുമപ്പുറം എന്തിനു ശ്രദ്ധിക്കണം? അത് ന്യൂമോണിയ ആവാതെ നോക്കണം. വേറെ പ്രധാനപ്പെട്ട ഒരു വിഷയം ശ്രദ്ധിക്കണം. ദാമ്പത്യത്തിൽ വലിയ ബുദ്ധിമുട്ട് വന്നു. അപ്രകാരം തന്നെ പലപ്പോഴും മക്കളുടെ പേരിൽ ഭാര്യാഭർത്തക്കന്മാർ കലഹി. ഇവിടെ ഭാര്യാഭർത്തക്കന്മാരുടെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിനായിക്കൊണ്ട് നന്നായി അവരുടെ പേരിൽ ഐക്യമത്യ അർച്ചന ചെയ്യണം. മക്കളുടെ വിഷയത്തിൽ വളരെ ജാഗ്രത പാലിക്കണം. പലപ്പോഴും മക്കൾ ഉണ്ടാക്കുന്ന ക്ലേശങ്ങൾ തനിക്ക് വളരെയധികം മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കും. സന്താനപതിയാഗ്രഹം 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. തൻ്റെ ജോലി സ്ഥലത്തും ഒക്കെ തനിക്ക് ധാരാളം ശത്രുക്കളുണ്ടാകും. 6-ൽ ചന്ദ്രൻ വന്നാൽ അങ്ങനെയാണ്. രിപോജായതേ വിഗ്രഹേണാഭി രാജാ ജിതാസ്തകി ഭൂയോ വിധോ സമ്പദന്തി. ശത്രുക്കൾ വരും, ശത്രുക്കളെ ജയിക്കും, വീണ്ടും ശത്രുക്കളുണ്ടാകും. മാതൃശീല തദ്വൽന, അമ്മയെ ശുശ്രൂഷിക്കാനുള്ള യോഗം തീരെ ഉണ്ടാകില്ല. പലപ്പോഴും ദൂരത്ത് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് പരിഭവം വരും, അറിയണം. അമ്മയ്ക്ക് രോഗാദ്യ അരിഷ്ടതകൾ വരുന്ന ഭാരമാണ്. അതിനുമപ്പുറം പലപ്പോഴും ദാമ്പത്യത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ മാതാവിനെയൊക്കെ ബാധിക്കും, ഭാര്യയെയും ബാധിക്കും. ഭാര്യയും മാതാവും തമ്മിൽ ഫൈറ്റിംഗ് വരികയാണെങ്കിൽ അവിടെ എന്തായി തന്നെ വളരെയധികം ബാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഭാര്യയെയും ബന്ധുക്കളെയും മോളിച്ച് മനസ്സ് ദുഃഖി, മധ്യസ്ഥം പറയേണ്ടി വരും. താൻ മാറി താമസിക്കുന്ന അവസ്ഥ വരും തൽക്കാലം വീട്ടിൽ നിന്ന്. ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം. ഐക്യമത്യ അർച്ചന ചെയ്യണം. ദാമ്പത്യത്തിൽ മക്കളുടെ പേരിൽ, മക്കളുടെ നക്ഷത്രത്തിൽ, മീനൻ രാശിക്കാരായ മക്കളുടെ നക്ഷത്രത്തിൽ എന്ത് ചെയ്യണം? അവരുടെ പേരിൽ 11 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ കറുകഹോമവും, 11 വയസ്സ് മുതലുള്ള കുട്ടികളാണെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ചെയ്യുക. നന്ദി, നമസ്തേ.